മക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി, അടുത്തേക്ക് ഇരുത്തി. ചെറിയ മക്കളാണല്ലോ, അവരോട് പറഞ്ഞു, ഇവര് വന്നതല്ല, അല്ലാഹു തആല നമ്മളിലേക്ക് അയച്ചതാണ്. ഇവരെ ആവശ്യത്തിനേക്കാളും കൂടുതൽ ആവശ്യം നമുക്കാണ്. നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി അല്ലാഹു അയച്ചതാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സംസാരം എനിക്ക് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. ഇത്രമാത്രം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ടും ചെലവ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തി എന്ന് വെച്ചാൽ, ഒരു യാത്രയിൽ മാഹിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ യാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. നന്ദി ദാറുസ്സലാം യതീംഖാനയുടെ അറബി കോളേജിന്റെ പരിസരത്തെത്തിയപ്പോൾ ഒരു ഫോണ് വന്നു. ഫോണ് അറ്റൻഡ് ചെയ്ത് കേട്ടതിന് ശേഷം തിരിച്ച് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്, ഇത് അല്ലാഹു നൽകിയ സമ്പത്താണ്. അദ്ദേഹത്തിനോട് അവരോട് പറയണം, ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഫോണിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് അല്ലാഹു അമാനത്തായി നൽകിയതാണ്. സമ്പത്തിനെ സംബന്ധിച്ച് അല്ലാഹു രണ്ട് ഭാഗം ചോദിക്കും, തലങ്ങും വിലങ്ങും ചോദിക്കും, തുടക്കത്തിലും ഒടുക്കത്തിലും ചോദിക്കും. എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ച്, എവിടെ ചെലവ് ചെയ്ത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്രമാത്രം അദ്ദേഹം ഹറാമിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ ഇത്രമാത്രം ജമ്മുവും കസറുമായി നിസ്കരിച്ച ഒരാളുണ്ടാവുകയില്ല. യാത്രയിലാണ് അധികവും യാത്ര, അതല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് ആയിരിക്കും. ഇതെല്ലാം പ്രിയമുള്ളവരെ ദീനിന് വേണ്ടി, ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കളായ നമുക്ക് വേണ്ടിയായിരുന്നു ഈ യാത്രകളെല്ലാം. ഈ ഉറക്കമൊഴിച്ചിൽ ചിലപ്പോഴെല്ലാം എനിക്ക് സങ്കടമാകും. പാതിരാക്ക് വരും, പിന്നെ അതേപോലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു പോകും. ഒരുപാട് മീറ്റിങ്ങുകൾ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയും. ഒരു വിശ്രമമില്ലാത്ത യാത്രയാണ് ജീവിതമായിരുന്നു. മാത്രമല്ല, ഈ തിരക്കിന്റെ ഇടയിൽ അവരുടെ വ്യക്തി ജീവിതവും അതും ശുദ്ധമായിരുന്നു. മാഹിയിൽ വന്നു കഴിഞ്ഞാല് സുബഹിയുടെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആദ്യം പള്ളിയിലേക്ക് കയറി വരുന്നത് ഇബ്രാഹിം ഹാജിയായിരുന്നു. കാരണം അദ്ദേഹം തഹജ്ജുദിന് എത്രയോ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച് ആ ബാങ്കിന്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, പകലെല്ലാം സൃഷ്ടികൾക്കും രാത്രിയെല്ലാം